കൂവക്കാടിന് തിരുവനന്തപുരത്ത് പാദയാത്രയിൽ സ്വീകരണമൊരുക്കിയത് എൽസിയെ പേടിച്ചോ? കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജോർജ് കൂവക്കാടിന് ഇന്നലെ പാദയാത്രയിൽ തിരുവനന്തപുരം ലൂർദ് ഫൊറോന പള്ളിയിൽ സ്വീകരണമൊരുക്കുകയുണ്ടായി. പകല് സ്വീകരണമൊരുക്കിയാൽ ലൂർദ് പള്ളി ഇരിക്കുന്ന ആ 63 സെന്റ് സ്ഥലം തട്ടിച്ചെടുത്ത AN സത്യനേശന്റെ മക്കളും തറയിൽ ബിഷപ്പും സംഘവും 3 കോടിയിൽ പരം രൂപ തട്ടിയെടുത്ത PVLCയും എത്തി നാണം കെടുത്തും എന്ന് ഭയന്നാണ് പരിപാടി പാദയാത്രയിലാക്കിയത്. AN സത്യനേശന്റെ മക്കൾക്ക് 75-ലധികം വയസ്സുണ്ട്. അതുപോലെ PVLCക്കും പ്രായാധിക്യമുണ്ട്. പരസഹായമില്ലാതെ ഇവർക്ക് നടക്കാനാവില്ല. രാത്രി പ്രോഗ്രാം വെച്ചാൽ ഇവരുടെ ശല്യം ഉണ്ടാകില്ല എന്ന് കരുതിയാണ് പരിപാടി രാത്രിയാക്കിയത്. തറയിൽ ബിഷപ്പും സംഘവും ഇവിടെ കാട്ടിക്കൂട്ടിയ ആഭാസത്തരങ്ങൾ കർദിനാൾ ജോർജ് കൂവക്കാടിന് അറിയുവാൻ സാധ്യതയില്ല. ചങ്ങനാശ്ശേരിയിലെ കൊള്ളക്കാരന്മാരുടെ നോമിനിയല്ലാത്ത ജോർജ് കൂവക്കാട് തനിക്ക് സത്യാവസ്ഥ മനസ്സിലാക്കി നീതി നടപ്പാക്കി തരും എന്ന പ്രതീക്ഷയിലാണ് PVLC ഇരിക്കുന്നത്. ഈ നാണംകെട്ടവന്മാരാണല്ലോ തിരുപ്പിറവി സന്ദേശം നൽകുന്നത് എന്നോർക്കുമ്പോൾ ദേഹത്തൂടെ ഒരു ഒച്ചിഴയുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. കൊള്ളക്കാരന്മാരായ ചെകടന്മാരായ നാണവും മാനവും കെട്ട നൈറ്റ് തൊഴിലാളികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകുകയാണ് കബളിപ്പിക്കപ്പെട്ട PVLC. ഇനിയും വിധവകളുടെ ഭവനം വിഴുങ്ങുവാനും അഗതികളെ കർത്താവിൻ്റെ നാമത്തിൽ പറ്റിക്കുവാനും ഈ നാണംകെട്ട മോന്മാർക്ക് ഇവന്മാരുടെ ദൈവം കഴിയും പ്രാപ്തിയും നൽകട്ടെ എന്ന് LC ആശംസിക്കുകയാണ്. ക്രിസ്തു ജനിച്ചു കാലിത്തൊഴുത്തിലാണ്. ഇവരിപ്പോൾ ക്രിസ്തു സഞ്ചരിച്ചതാണേലും കഴുതയുടെ പുറത്താണ്. ഇവർ സഞ്ചരിക്കുന്നത് ഓടി കാറ്, BMW, ബെൻസ് ഇതിലൊക്കെയാണ് ഇപ്പോൾ ഉള്ള പിതാക്കന്മാരും അച്ഛന്മാരും ഒക്കെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഇവരൊരു ആത്മീയ കുറുവ സംഘമാണ്. അല്ലാതെ ഇവർ ദൈവവിശ്വാസമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് നടക്കുന്നവരല്ല. ഇവർ ജനങ്ങളെ പറ്റി ക്രിസ്മസ് 2000 വർഷം മുമ്പ് ജനിച്ച ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് അവർ ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർ ക്രിസ്മസ് യഥാർത്ഥ ആഘോഷമല്ല. ആഘോഷമെന്ന് പറയുമ്പോൾ പാവങ്ങളോടല്ലേ കരുണ കാണിക്കണ്ടേ? ഈ പാവപ്പെട്ട എൻ്റെ അടുത്ത് അനീതി കാണിക്കുന്നു. തന്നെയല്ല, ഇപ്പോൾ ഞാനൊരു വിവരം അറിഞ്ഞു. ഇന്ന് രാത്രി 10 മണിക്ക് കൂവക്കാട്ടുപിതാവിന് സ്വീകരണം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കൂവക്കാട്ടുപിതാവിനെ കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ സമയം വെച്ചിരിക്കുന്നത്. കാരണം തറ എന്ന കള്ളൻ എല്ലാം പറഞ്ഞു കൊടുത്തായിരിക്കും ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പബ്ലിസിറ്റി കൊടുക്കാതെ, അതായത് ജനങ്ങൾ അധികം അറിയാതെ രാത്രി കള്ളന്മാർ വരുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ കൂവക്കാട്ടുപിതാവ് വരുന്നത്. കൂവക്കാട്ടുപിതാവിനെ ആരെയും കാണിക്കരുതെന്നുള്ള ലക്ഷ്യമുള്ളത് കൊണ്ടാണല്ലോ രാത്രി 10 മണി കഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാത്രി 10 മണി ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് കൂവക്കാട്ടുപിതാവിനെ നേരിൽ കാണണമെന്നും സംസാരിക്കണമെന്നും കൂവക്കാട്ടുപിതാവ് എനിക്ക് നീതി നടത്തി തരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇവിടുത്തെ കുറുവ സംഘം അതിന് സമ്മതിക്കുമെന്നറിയത്തില്ല. കുറുവ സംഘം എന്ന് പറഞ്ഞാൽ ഒന്ന് തറയ പിതാവാണ്. പിതാവെന്ന് പറയാൻ യോഗ്യനല്ല, കുറുവ സംഘ തലവനാണ്. അപ്പോൾ ചിലപ്പോൾ കൂവക്കാട്ടുപിതാവിനെ ഇതൊക്കെ പ്രേരിപ്പിച്ചിട്ടായിരിക്കുമല്ലോ രാത്രി ഒരു സ്വീകരണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതെന്തുകൊണ്ട് പകലായിക്കൂടാ? ഒരു കർദിനാളെന്ന് പറയുമ്പോൾ നല്ലൊരു പദവിയിലുള്ള ആളാണല്ലോ. അപ്പം അത് തന്നെയുമല്ല, മാർപ്പാപ്പ നേരിട്ട് കർദിനാളാക്കിയൊരു വ്യക്തിയാണ്. സാധാരണ ഒരു വൈദികൻ സഹായമെത്രാനാകും, അത് കഴിഞ്ഞ് മെത്രാനാകും, അത് കഴിഞ്ഞ് മെത്രാപ്പോലീത്തയാകും, അത് കഴിഞ്ഞാണ് കർദിനാളാകുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നേരിട്ട് കർദിനാളാക്കിയ ഒരു വ്യക്തിയാണ് കൂവക്കാട്ടുപിതാവ്. അപ്പോൾ ആ കൂവക്കാട്ടുപിതാവ് എനിക്ക് നീതി നടത്തി തരുമെന്നൊരു പ്രതീക്ഷയോടെ എനിക്ക് കാണണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആരിൽ നിന്നും നമ്പർ ലഭിക്കുന്നില്ല. ഇനിയിപ്പം ചങ്ങനാശ്ശേരിയിൽ കൂവക്കാട്ടുപിതാവിൻ്റെ ഇടവപ്പള്ളിയിൽ തന്നെ നേരിട്ട് പോയി ഹലോ എന്നൊരു തോന്നലുണ്ട്. ചിലപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ചെല്ലുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടോ, കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പോകാൻ മടിക്കുന്നു. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ, ഒന്നാമത് എനിക്ക് യാത്ര ചെയ്യാനൊന്നും അത്ര സുഖമില്ല. കഴിഞ്ഞ ദിവസം അവിടെ ലൂർദ് മാതാ കെയറിൽ കുറുവ സംഘം അരിയും സാധനങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നു. ഒരു വണ്ടി പോലീസ് നിൽക്കുകയാണ്. ആ പോലീസിനോട് അവിടുത്തെ കുറുവ സംഘ തലവൻ ചൂരവടി പോലീസുകാരോട് ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖഭാവം അങ്ങ് മാറി. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ ആരോടും അനീതി കാണിച്ചിട്ടില്ല, ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് 3 കോടി എടുത്തത്,
അതിൽ അവകാശപ്പെട്ടുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നതും പോകുന്നതുമല്ല. അച്ഛാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പം ഒരു ഒന്നുമല്ല, അവരൊരു നോട്ടം. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഇതിനകത്ത് CSR ഉണ്ടോ? ഇപ്പോൾ ഇവിടെ സാറില്ല. സാർ എവിടെയുണ്ട്, എനിക്കൊന്ന് കാണണമല്ലോ പറഞ്ഞു. അപ്പം അച്ഛനങ്ങ് മാറി എൻ്റെ വണ്ടി എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ പോലീസ് വണ്ടി നേരെ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ദുരനുഭവങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. ഒരു നീതി കിട്ടുന്നില്ല. അവർ 10 ദിവസത്തെ അവധി പറഞ്ഞിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് കോടീശ്വരിയുടെ സ്ഥാനം കിട്ടിയില്ലെങ്കിലും ഭിക്ഷക്കാരിയുടെ സ്ഥാനത്തിന് വേണ്ടിയാണ് പോയത്. പൂവക്കാട്ട് പിതാവിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പിതാവിനെ കാണാൻ രാത്രി 10 മണിക്ക് ഞാൻ എങ്ങനെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എങ്ങനെ പോകും? അതുകൊണ്ട് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ രാത്രി വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ശശി തരൂരിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ചൂരവടി വന്ന് പിന്നെ പ്രശാന്ത് സാറിനെ ഒരിക്കലും വിളിച്ചുകൊണ്ടിരുന്നതല്ല, ഇപ്പം പ്രശാന്ത് സാറിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു പിരിവെടുക്കും, രാഷ്ട്രീയ നേതാക്കന്മാർക്കും പോലീസുകാർക്കും. പിന്നെ അവിടെ ലൂർദ് ഫൊറോന പള്ളി ഇരിക്കുന്ന സ്ഥലം സത്യനേശൻ്റെ കണ്ണുനീര് വീണ സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കും രാത്രിയിൽ കൂവക്കാട്ടിന് അവിടെ സ്വീകരണം കൊടുത്തത്. സത്യനേശനൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള മനുഷ്യരായിരിക്കും. പകലാകുമ്പോൾ അവർ നീതി നേടി വരും, ഞാൻ ചെല്ലും. സത്യനേശനെയും എന്നെയൊക്കെ പേടിച്ചായിരിക്കും കൂവക്കാട്ട് പിതാവ് രാത്രി 10 മണിക്കോടെ വരുന്നത്. അല്ലെങ്കിൽ അങ്ങേർക്ക് പകൽ വരാമല്ലോ. ഒരു പിതാവ് എന്ന നിലയിൽ എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പകൽ വരുമായിരുന്നു. പക്ഷേ എനിക്ക് കൂവക്കാട്ട് പിതാവിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ കാണാനോ ഫോൺ വിളിക്കാനോ സാധിച്ചിട്ടില്ല. ഞാനൊന്ന് ശ്രമിക്കുന്നുണ്ട്, ശ്രമിച്ചിട്ട് ഇല്ല. അവസാനം എന്താ ഇവരുടെ കുറുവാ സംഘത്തിൻ്റെ കൂടെ കൂവക്കാട് പിതാവ് കൂടുമെന്ന് അറിയത്തില്ല. ഇപ്പം കുറുവാ സംഘം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആത്മീയ കുറുവാ സംഘമാണ് ഈ സീറോ മലബാർ കത്തോലിക്ക ചങ്ങനാശ്ശേരി രൂപത എന്ന് പറയുന്നത്. വിശ്വാസികളോട് പറയാനുള്ളത്, നമ്മളെ ചെറുപ്പം മുതലേ എന്നൊരു വിശ്വാസത്തെ വളർത്തി ആ ആചാരം അനുസരിച്ച് പോകുന്നു. പണ്ടൊന്നും ഇത്ര പിരിവുകളോ കള്ളത്തരങ്ങളോ ഒന്നും ഇത്രയും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ പിരിവ്. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞ് അവർ പണപ്പിരിവ് എന്ത് നടത്തിയാലും പണമാണ് ഈ സംഘത്തിന് ആവശ്യം. അത് പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് അറിയുന്നില്ല. ചിലർക്ക് അറിവുണ്ടായിരിക്കുക, പക്ഷേ അവർ ബോധപൂർവം അവരുടെ മക്കളെ കെട്ടിക്കണം, അവർക്ക് മരിക്കുമ്പോൾ അടക്കണം, ഇതൊക്കെ പേടിച്ചിട്ട് അവർ ഭയന്നിട്ടാണ് ഭൂരിഭാഗം ആൾക്കാർ ഇപ്പം പള്ളിയിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഭയന്നിട്ടാണ് ഈ കുപ്പായ തൊഴിലാളികളെ ഭയന്നിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും പള്ളിയിൽ പോകുന്നത്. ഇപ്പം ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ പോലീസിനെ കൊണ്ട് ഇറക്കി വിടിയിച്ചുകൊണ്ട് എനിക്കിനി പള്ളിയിൽ പോകാൻ താല്പര്യമില്ല. കാരണം നമ്മൾ ചെറിയ കാര്യം പോലും അത് ഇവർ ചെയ്യുന്നതിൽ നന്മ ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരാൾക്ക് എൻ്റെ അന്നം മുട്ടിച്ചുകൊണ്ടാണ് അവർ പോലീസുകാർക്കും എല്ലാവർക്കും വക്കീലന്മാർക്കും എല്ലാം കൈക്കൂലി കൊടുത്ത് എൻ്റെ 3 കോടി ഞാൻ ബാങ്കിലിട്ടിരുന്നെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ പലിശ കിട്ടുമായിരുന്നു. ആ പലിശ ഉണ്ടെങ്കിൽ എനിക്ക് സുഖമായി ജീവിക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്ത തെറ്റാണ്. കാരണം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നതാണ്, മോള് സുഖമായി ജീവിച്ചിട്ട് മിച്ചമുണ്ടെങ്കിൽ കൊടുത്താൽ മതി മോളെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് ഓർത്തത് എൻ്റെ അമ്മയ്ക്കൊരു പേര് കിട്ടണം, പിന്നെ നല്ല സുഖകരമായി ജീവിക്കാം, പള്ളിയുണ്ട്, കുർബാനയുണ്ട്. പക്ഷേ ഇപ്പം അതൊക്കെ തെറ്റാണ്. പള്ളി എന്ന് പറയുന്നത് വെറും കള്ളത്തരമാണ്. അവിടെ പണത്തിന് മാത്രം പ്രശസ്തിയുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ കരിമ്പിൻ ചണ്ടി പോലെ അവർ പിഴിഞ്ഞെടുത്തിട്ട് ഇനി ആദായമില്ല എന്ന് പറയുമ്പോൾ നമ്മളെ അങ്ങ് വെളിയിലാക്കും, പുറത്താക്കും. പൈസ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ആൻറ്റി ഇപ്പോൾ അയർലൻഡിൽ കിടവരുത് നടക്കുന്നു. അവൻ പൈസ ഉണ്ടായിരുന്നു, കരിമ്പും ചണ്ടി പോലെ പിഴിഞ്ഞിട്ടാണ് അവൻ ഇവിടുന്ന് പോയത്. എന്നിട്ട് ഇപ്പോൾ അവനെയും ഈ കുറുവാ സംഘം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കള്ളനെ പിടിച്ചാൽ മറ്റുള്ള കള്ളനെ പിടിക്കുന്നതുകൊണ്ടാണ് ഇവർ കൂടുതലും ഇങ്ങനെ തടി തപ്പി നടക്കുന്നത്. എനിക്ക് പിടി തരാതെയും അനുകൂലമായൊരു ഇതിലേക്ക് വരാത്തത് ഇപ്പം റോണി മാളിക്കൽ എന്ന കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചൂരവടി അതിലും മോശമായിട്ട് കക്കുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്. ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞാണ് മോഷണം. ക്യാൻസർ രോഗികൾക്ക് മരുന്നില്ല, ഭക്ഷണമില്ല എന്നും പറഞ്ഞ് കരഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു രോഗിക്ക് വേണ്ടിയാണല്ലോ കരയുന്നതെന്ന് ഓർക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സലിഞ്ഞ് അവർ കഞ്ഞി വെച്ചില്ലേ പോലും കൂടെ തെണ്ടി മേടിച്ചാണ് അങ്ങേരുടെ കുടുംബത്തിലേക്കാണ് ഈ കടത്തുന്നത്. അത്രയും കുറേ പിതാക്കന്മാരുടെ തറയുടെ കാൽക്കൽ കൊണ്ടുവെക്കും. കുറേ മന്ത്രിമാർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് അതെല്ലാം കൊടുത്ത് മിച്ചമുള്ളതാണ് ഈ ക്യാൻസർ രോഗികൾക്ക് കിട്ടുന്നത്.
അവർ വിളിക്കുമ്പോൾ മാലാട്ടിപ്പട്ടിയായിട്ട് പോലീസുകാർ വരും. ഞാൻ പോലീസിനോട് ചോദിച്ചു, സാറേ അവരുടെ ശമ്പളം മേടിക്കുന്നതുകൊണ്ടല്ലേ സാർ ഇപ്പം വന്നത്, അല്ലെങ്കിൽ വാലാട്ടിപ്പട്ടിയായിട്ട് വരണോ? വാലാട്ടിപ്പട്ടികൾക്ക് വിളിക്കുമ്പോൾ വരേണ്ട ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അവിടുന്ന്. നമ്മളാരും വിചാരിച്ചാൽ അവരുടെ ഈ കള്ളത്തരം നിർത്തില്ല. അവർ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ പിരിവുകളാണ്, എന്നും പിരിവുകളാണ്. ആ പിരിവ് നിർത്തണമെങ്കിൽ ഒന്നിൽ റോമിൽ നിന്ന് മാർപ്പാപ്പ വിചാരിക്കണം, അല്ലെങ്കിൽ പൊതുജനങ്ങൾ വിചാരിക്കണം ഇവർ മേടിക്കുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു. ഇവർക്ക് വരവും ചിലവും ഒരു കണക്ക് പറയണം. ഇത് വരവ് പറയുകയല്ല, ചിലവ് മാത്രമേ ഇവർ കണക്ക് പറയുള്ളൂ. അത് നിർത്തണം. ചിലവും വരവും ഒരേപോലെ കണക്കിൽ വരണം. ഇത് വരില്ല. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആത്മീയ കുർബാസംഘത്തിന് എൻ്റെ പ്രത്യേക ക്രിസ്മസ് ആശംസകൾ. അതായത് എന്നെപ്പോലുള്ള പാവങ്ങളെ ഇനി പറ്റിക്കാനും ഇനി അനേകരെ പറ്റിക്കാനുമുള്ള ദൈവാനുഗ്രഹം അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.